രൂപത്തിലുള്ള അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാതെ അല്ലെങ്കിൽ ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കാതെ കഴിയുന്ന സമൂഹത്തെ അവരെയും കൂടി ചേർത്ത് പിടിച്ച് നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ സന്ധ്യകളിലേക്കും സംസ്കാരങ്ങളിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണ്. കാരണം ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബവും മാത്രം സ്വർഗത്തിലേക്ക് പോകേണ്ടവരല്ല. നാം ഇങ്ങോട്ട് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ നമസ്കാരമില്ലാത്ത റോഡ് സൈഡിലും അല്ലെങ്കിൽ വരാന്തകളിലും ഒക്കെ ഇരിക്കുന്നവരെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ തെറ്റിൽ നിന്ന് മാറി ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, പ്രചോദനം നൽകുക. ഇത് ഇസ്ലാം നമുക്ക് നൽകുന്ന നിർബന്ധമായ സംഗതിയാണ്. ആ ഒരു കാര്യം ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവരെന്തോ ചെയ്യട്ടെ, എനിക്ക് എന്റെ കാര്യം എന്നത് ഇസ്ലാമിന്റെ സംസ്കൃതമല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ഒരു മനുഷ്യൻ ഒരാളെ ഹിദായത്തിലേക്ക് വേണ്ടി ക്ഷണിച്ചു, അല്ലെങ്കിൽ ഹിദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു മനുഷ്യൻ ചെയ്തു, ആ ചെയ്യുന്ന മനുഷ്യന് കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ഞാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ സ്ഥിരമായി ഒരാളെ കാണാറുണ്ട്. അദ്ദേഹം നമസ്കാരത്തിൽ പള്ളിയിൽ ജമാഅത്തിൽ വരുന്ന ആളല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടോ കണ്ട് കഴിയുമ്പോൾ സ്ഥിരമായി ഞാൻ അയാളെ ഉപദേശിക്കാറുണ്ട്. ആ ഉപദേശിക്കുന്ന സമയത്ത് കുറെ ഉപദേശം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസികമായ ഒരു പരിവർത്തനമുണ്ടായി. ആ പരിവർത്തനമുണ്ടായ കാരണത്താൽ സ്ഥിരമായി അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രചോദനം നൽകിയ അല്ലെങ്കിൽ പ്രേരിപ്പിച്ച ആ വ്യക്തിക്കും അദ്ദേഹം ചെയ്ത നന്മയുടെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ആ മനുഷ്യന് അതിന്റെ നന്മ ഒന്നും കുറയാതെ തന്നെ ഈ ക്ഷണിക്കുന്ന ആളില്ലെങ്കിൽ സന്മാർഗത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളിന് അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് ചുറ്റുമുള്ള നന്മയായ കാര്യങ്ങളെ കൽപ്പിക്കുക, തിന്മകളെ കാണുമ്പോൾ അത് ഉപേക്ഷിക്കാനും അത് മാറ്റി നിർത്താനും ഒക്കെ പ്രേരിപ്പിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിന്റെ ഒരു മാർഗമാണ്. അല്ലാഹു തആല അത്തരത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നാം നാളെ ഖബറിലേക്ക് കഴിയുമ്പോൾ ഇത്തരത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരാളെ സന്മാർഗത്തിലേക്ക് ആക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ സന്മാർഗത്തിലേക്ക് ആക്കുന്നതിന്റെ പ്രതിഫലമായിട്ട് അദ്ദേഹം ജീവിതകാലം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്റെ ആ ഭാഗം നമ്മുടെ ഖബറിലേക്കും എത്തും. അല്ലാഹു തആല നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റി സന്തോഷം ഈ ലോകത്തും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.